എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ഡോക്ടർ ശക്തി പാർവതിയാണ്. അതുപോലെ ഗർഭാശയ മുഴകളെ നീക്കം ചെയ്യാനായിട്ട് സഹായിക്കുന്ന അതിനുള്ള ഒരു പരിചരണ രീതി യൂട്രൈൻ ഫൈബ്രോയിഡ് എംബലൈസേഷൻ നമ്മൾ കേട്ടു. അതെ, അപ്പോൾ ഗർഭാശയ മുഴകൾ ഈ ഫൈബ്രോയിഡ്സിലേക്ക് രക്തക്കുഴലുകൾ ചെറിയ 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 കുറേ രക്തക്കുഴലുകൾ പോവും. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ രക്തക്കുഴലിൻ്റെ ഉള്ളിലേക്ക് മരുന്നിട്ട് ഈ രക്തക്കുഴലിനെ അടയ്ക്കും. അപ്പോൾ ഈ മുഴകൾക്ക് രക്തം കിട്ടാണ്ട് വരുമ്പോൾ അവർ ചുരുങ്ങും. അപ്പോൾ അതിനാണ് നമ്മൾ യൂട്രൈൻ ഫൈബ്രോയിഡ് എംബലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയും ഒരു ഗുണം നമുക്ക് സർജറി ആവശ്യമില്ല. പിന്നെ പലർക്കും യൂട്രസ് എടുത്ത് കളയേണ്ടിയും വരില്ല. നമ്മുടെ ചിലർക്ക് അത്ര പ്രായം ഇല്ലാത്തവർക്ക് ഫൈബ്രോയിഡ് കൊണ്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഹിസ്റ്ററെക്ടമി കൂടാതെ യൂട്രസിനെ റീറ്റെയിൻ ചെയ്തുകൊണ്ട് ഈ ചികിത്സ ചെയ്യാൻ പറ്റും. ഇപ്പം ഈ പറഞ്ഞ ഈ ഗർഭാശയ മുഴകളുള്ളതുകൊണ്ട് വന്ധ്യത വരെ സംഭവിക്കാവുന്ന സാഹചര്യങ്ങൾ ഉള്ളതാണോ? ക്യാൻസർ, ഗർഭാശയ മുഴകൾ ഗർഭാശയ മുഴകൾ ക്യാൻസർ ആവണ വളരെ വളരെ റെയറാണ്. അപ്പോൾ നമ്മൾ ചികിത്സയ്ക്ക് മുന്നേ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്കാൻ ചെയ്ത് നോക്കി MRI ഒക്കെ ചെയ്ത് ക്യാൻസറിൻ്റെ അംശം വല്ലതും ഉണ്ടെങ്കിൽ പിന്നെ ചികിത്സാ രീതി മാറും. ഇത് ക്യാൻസർ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ചെയ്യുള്ളൂ. എന്നാൽ തന്നെ ഫൈബ്രോയിഡ്സ് ക്യാൻസർ ആവണ വളരെ വളരെ റെയറാണ്. വന്ധ്യത പോലുള്ള സാഹചര്യങ്ങളിലേക്ക് നയിക്കുന്നത് ഗർഭാശയ മുഴകളുടെ ഒരു അതെ ഫെർട്ടിലിറ്റി എലിവേഷൻ. അപ്പോൾ അതിനും നമുക്ക് ചില സാഹചര്യത്തിൽ ചെയ്യാം. പക്ഷേ ഫെർട്ടിലിറ്റി ചികിത്സയ്ക്ക് നമ്മൾ ആസ് ഓഫ് നൗ ഈ പ്രൊസീജിയർ ഉപയോഗിക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ ഈ പ്രൊസീജിയർ കൊണ്ട് ഒരു സ്ത്രീയുടെ ഒരു ഫെർട്ടിലിറ്റി വന്ധ്യത നമ്മളെങ്ങനെ ബാധിക്കും, പിന്നെ അത് കഴിഞ്ഞ് കുട്ടി ഉണ്ടാവുമോ ഇല്ലയോ എന്ന് നമുക്ക് അങ്ങനെ ഒരു 100% ഒരു ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ട് പ്രിഫറബിളി ആ ഒരു ഇതിൽ നമ്മൾ ചെയ്യാതിരിക്കുക നല്ലത് ആ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ ഇന്റർവെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയൊരു ദ്വാരത്തിൽ കൂടെ നമ്മൾ കീ ഹോൾ സർജറി ഒക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അതേമാതിരി ചെറിയൊരു സൂചിയുടെ വലിപ്പമുള്ള ദ്വാരത്തിൽ കൂടെ നമ്മൾ കയറിയിട്ട് രോഗം ബാധിച്ച സ്ഥലത്തേക്ക് നമ്മൾ എത്തി അവിടേക്ക് ഈ ഉപകരണങ്ങളുടെ സഹായത്താൽ നമ്മൾ ചികിത്സ നൽകുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ യൂഷ്വലി നമ്മൾ ചെറിയ നമ്മുടെ ബോഡിയിലെ ട്യൂബ്സും പൈപ്സും ഒക്കെ ഇല്ലേ, രക്തക്കുഴല് അല്ലെങ്കിൽ നമ്മളുടെ കരളിലെ പൈപ്സ് അല്ലെങ്കിൽ കിഡ്നിയിലെ പൈപ്സ്, അവിടെയൊക്കെയാണ് ആ വഴികളിൽ കൂടിയാണ് നമ്മൾ കയറി മിക്കപ്പോഴും ചികിത്സ നൽകുക. അപ്പോൾ നമ്മൾ ചെറിയൊരു ദ്വാരത്തിൽ കൂടെ കയറി നമ്മൾ ഈ സ്കാനിങ്ങിൻ്റെ ഉപകരണങ്ങളുടെ സഹായത്താൽ അവരുടെ ഗൈഡൻസിൽ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തും. ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ പോയ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ മാപ്പ് ഉപയോഗിക്കില്ലേ, അതേമാതിരി നമ്മൾ റോഡ് മാപ്പ് ഉപയോഗിച്ച് ലെഫ്റ്റ് തിരിയൂ റൈറ്റ് തിരിയൂ ആ സ്കാനിങ്ങിൻ്റെ സഹായത്തോടെ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തും. അവിടെ നമ്മൾ ഡയഗ്നോസ് ചെയ്യും, മരുന്ന് ഇഞ്ചെക്ട് ചെയ്ത് ഒരു ഡൈ എന്ന് പറഞ്ഞൊരു മരുന്ന് ഇഞ്ചെക്ട് ചെയ്ത് രോഗനിർണയം ചെയ്യും. അതിൻ്റെ ബേസിസിൽ നമുക്ക് പിന്നെ ട്രീറ്റ് ചെയ്യാം. അപ്പോൾ രക്തക്കുഴലിൽ ലീക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ലീക്ക് അടയ്ക്കാം. ഏതെങ്കിലും രക്തക്കുഴൽ അടഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് തുറക്കാൻ പറ്റും. ആ രീതിയിൽ നമുക്ക് ചികിത്സ ചെയ്യാം. അതാണ് ചുരുക്കത്തിൽ പറഞ്ഞ അതിൻ്റെ ബേസിക്. എംബോളൈസേഷൻ എന്നുള്ള പ്രൊസീജിയർ എന്താണ്? എംബോളൈസേഷൻ എന്നുള്ള പ്രൊസീജിയർ എന്ന് വെച്ചാൽ നമ്മൾ രക്തക്കുഴൽ അടയ്ക്കുക, അതാണ് നമ്മൾ പറയുന്ന എംബോളൈസേഷൻ. അതായത് മാഡം ഇപ്പം ക്യാൻസർ പോലെ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്തൊരു ഗ്രോത്ത് ശരീരത്തിൽ ഉണ്ടാവുമ്പോൾ ആ വളർച്ചയെ സഹായിക്കുന്ന രക്തക്കുഴലുകൾ ആണ് അടയ്ക്കുന്നത്. അതെ, നമ്മൾ ആവശ്യമുള്ള രക്തക്കുഴൽ നമ്മൾ അടയ്ക്കില്ല. നമ്മൾ അടയ്ക്കുന്നത് ശരീരത്തിന് ആവശ്യമില്ലാത്ത ഈ ക്യാൻസറോ ഈ മുഴകളോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അനാവശ്യമായിട്ടുള്ള രക്തക്കുഴൽ മാത്രമേ നമ്മൾ അടയ്ക്കുന്നുള്ളൂ. അപ്പോൾ ബോഡിക്ക് പ്രോബ്ലം ഒന്നും വരില്ല. പക്ഷെ ഈ വേണ്ടാത്ത രക്തക്കുഴൽ അടയും. അപ്പോൾ ഈ രക്തക്കുഴലിനെ അടയ്ക്കണു എന്നുള്ള പ്രൊസീജിയറാണ് എംബോളൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക.